എല്ലാവർക്കും നമസ്കാരം. കേരള PSCയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ എടുത്തു വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജൂലൈയിൽ നടന്ന കേരള ഫിനാൻഷ്യൽ കോഡ് ഹയർ പരീക്ഷയ്ക്ക് ചോദിച്ച ആദ്യത്തെ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. കേരള ഫിനാൻഷ്യൽ കോഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 പുസ്തകങ്ങളാണ് പ്രധാനമായും റഫർ ചെയ്യേണ്ടത്. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബജറ്റ് മാനുവൽ. ഈ 3 പുസ്തകങ്ങളും നമുക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാവുന്നതാണ്. കേരള ഫിനാൻഷ്യൽ കോഡ് പരീക്ഷ പാസ്സാകാൻ നമുക്ക് 40% മാർക്ക് മാത്രം മതിയാകും. കേരള PSC കേരള ഫിനാൻഷ്യൽ കോഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പരീക്ഷ പാസ്സാകാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് പെൻഷൻ കേസസ് including the service books and leave accounts attached to them in which invalid or compensation pension have been sanctioned? അസാധുവായ അല്ലെങ്കിൽ നഷ്ടപരിഹാര പെൻഷൻ അനുവദിച്ച പെൻഷൻ കേസുകൾ സർവീസ് ബുക്കുകളും ലീവ് അക്കൗണ്ടുകളും ഉൾപ്പെടെ സംരക്ഷിക്കപ്പെടുന്ന കാലയളവ് എത്രയാണ്? ആൻസർ 25 years or 3 years after the death of the pensioner. 25 വർഷം അല്ലെങ്കിൽ പെൻഷൻകാരൻ്റെ മരണശേഷം 3 വർഷം വരെ. ആസ് എ ജനറൽ റൂൾ, പബ്ലിക്കേഷൻസ് ഷുഡ് ബി പ്രൈസ്ഡ് ഓൺ എ കോസ്റ്റിംഗ് സിസ്റ്റം. ഹൗ ദ സെയിൽ പ്രൈസ് ഈസ് ഫിക്സഡ് ഇൻ ഓർഡർ ടു കവർ ദ കമ്മീഷൻ ഓൺ സെയിൽ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു പൊതുചട്ടം എന്ന നിലയിൽ പ്രസിദ്ധീകരണങ്ങൾക്ക് വില നിശ്ചയിക്കുന്ന കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ ആയിരിക്കണം. വിൽപ്പന, സംഭരണം, വിതരണം എന്നിവയുടെ കമ്മീഷൻ കവർ ചെയ്യുന്നതിനായി വിൽപ്പന വില എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ആൻസർ 50% എബോവ് ദ കോസ്റ്റ് പ്രൈസ്. ചെലവ് വിലയേക്കാൾ 50% കൂടുതൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ചാർജഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്? താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാനത്തിൻ്റെ ഏകീകൃത ഫണ്ടിൽ ഈടാക്കാത്തത്? ആൻസർ ദ സാലറി ആൻഡ് അലവൻസസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളും. ഇൻ വിച്ച് ഹെഡ് the expenditure incurred in connection with the supply of refreshments to the Council of Ministers or conferences held by the Chief Minister are accounted to? മന്ത്രിമാരുടെ കൗൺസിലിലേക്കോ മുഖ്യമന്ത്രി നടത്തുന്ന സമ്മേളനങ്ങളിലേക്കോ ലഘുഭക്ഷണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഏത് തലത്തിലാണ് കണക്കാക്കുന്നത്? ആൻസർ മിനിസ്റ്റേഴ്സ് കണ്ടിൻജൻസീസ്. മന്ത്രിമാരുടെ ആകസ്മികത. വാട്ട് ടൈപ്സ് ഓഫ് റെക്കോർഡ്സ് ആർ നോട്ട് ടു ബി ഡിസ്ട്രോയിഡ് അറ്റ് ഓൾ? ഏതൊക്കെ തരത്തിലുള്ള രേഖകൾ നശിപ്പിക്കാൻ പാടില്ല? ആൻസർ ലാപ്സ്ഡ് ലിസ്റ്റ് ഓഫ് ജുഡീഷ്യൽ ഡെപ്പോസിറ്റ്സ്. ജുഡീഷ്യൽ നിക്ഷേപങ്ങളുടെ കാലഹരണപ്പെട്ട ലിസ്റ്റുകൾ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്രിമിനൽ കോഴ്സ് ഡെപ്പോസിറ്റ്? ഇനി പറയുന്നവയിൽ ഏതാണ് ക്രിമിനൽ കോടതികളുടെ നിക്ഷേപം അല്ലാത്തത്? ആൻസർ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഇൻ്റർസ്റ്റേറ്റ് പ്രോപ്പർട്ടി. ഇൻ്റർസ്റ്റേറ്റ് പ്രോപ്പർട്ടി വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം. ഇൻ എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, കൺട്രോൾ ഓവർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് എക്സർസൈസ്ഡ് ബൈ ഹൂം? ഒരു ഗവൺമെൻറ്റിൻ്റെ പാർലമെൻ്ററി സംവിധാനത്തിൽ പൊതു ചെലവുകളുടെ നിയന്ത്രണം ആരുടെ നിയന്ത്രണത്തിലാണ്? ആൻസർ ഓൾ ഓഫ് ദ എബോവ്. അതായത് എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ഓഡിറ്റിൻ്റെയും നിയന്ത്രണത്തിലായിരിക്കും. വിച്ച് ഓഫീസർ ഈസ് നോട്ട് ഓതറൈസ്ഡ് ടു ഇൻകർ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ? രഹസ്യ സേവന ചെലവ് വഹിക്കാൻ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥൻ ഏതാണ്?
Answer: Commissioner of Land Revenue. Land Revenue Commissioner. Who is the sanctioning authority for the grant of immediate relief to the facilities of employees who die in harness? ഹാർനസിൽ മരിക്കുന്ന ജീവനക്കാരുടെ സൗകര്യങ്ങൾക്ക് അടിയന്തര ആശ്വാസം നൽകുന്നതിനുള്ള അനുമതി നൽകുന്ന അതോറിറ്റി ആരാണ്? ആൻസർ: ബോത്ത് എ ആൻഡ് ബി. ഹെഡ് ഓഫ് ഓഫീസും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനും അനുമതി നൽകാവുന്നതാണ്. ഓഫീസ് മേധാവിക്കും വകുപ്പ് മേധാവിക്കും അനുമതി നൽകുന്നതിനുള്ള അതോറിറ്റി ഉണ്ട്. ഹൗ ടു ട്രീറ്റ് ദ ചാർജസ് ഫോർ ദ പാക്കിംഗ് ആൻഡ് carriage of records and other articles belonging to an office when they are not incurred in connection with tours? ഒരു ഓഫീസിലെ രേഖകളുടെയും മറ്റ് സാധനങ്ങളുടെയും പാക്ക് ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള ചാർജുകൾ ടൂറുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാത്തപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാം? ആൻസർ: ഓഫീസ് എക്സ്പെൻസസ്. ഓഫീസ് ചെലവുകൾ. The burial charges of unclaimed bodies of patients dying in hospitals which are subjected to post-mortem examination at the instance of police for medio-legal purposes shall be incurred by whom? മെഡിക്കോ നിയമപരമായ ആവശ്യങ്ങൾക്കായി പോലീസ് കേസിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് വിധേയമാകുന്ന ആശുപത്രികളിൽ മരിക്കുന്ന രോഗികളുടെ ക്ലെയിം ചെയ്യപ്പെടാത്ത മൃതദേഹങ്ങളുടെ അടക്കം ചാർജുകൾ പോലീസാണ് വഹിക്കുന്നത്. ആൻസർ: പോലീസ്. അണ്ടർ ആർട്ടിക്കിൾ 2061 Constitution, the state legislature has the power to make a grant for meeting an unexpected demand on the resource of the state. What is the name of that grant? ആർട്ടിക്കിൾ 2061 ഭരണഘടന കീഴിൽ സംസ്ഥാനത്തിൻ്റെ വിഭവശേഷിയിൽ ഒരു അപ്രതീക്ഷിത ആവശ്യം നിറവേറ്റുന്നതിന് ഗ്രാൻഡ് നൽകാൻ സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരമുണ്ട്. ആ ഗ്രാൻഡിൻ്റെ പേര് വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്നാണ്. ആൻസർ: ക്രെഡിറ്റ് വോട്ട്. വിച്ച് is the sole authority for the appropriation of money from the Consolidated Fund of India. ഇന്ത്യൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം വിനിയോഗിക്കുന്നതിനുള്ള ഏക അധികാരം അപ്രോപ്രിയേഷൻ ആക്ടിനാണ്. ആൻസർ: വിനിയോഗ നിയമം. ഹൂ ഈസ് ഓതറൈസ്ഡ് ടു മേക്ക് പേയ്മെൻറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ചാർജസ് ഓഫ് സിവിൽ സ്റ്റേഷൻ? സിവിൽ സ്റ്റേഷൻ്റെ വൈദ്യുതി ചാർജുകൾ അടയ്ക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ആൻസർ: ഡിസ്ട്രിക്ട് കളക്ടർ. ജില്ലാ കളക്ടർക്കാണ് അധികാരമുള്ളത്. എ ഹെഡ് ക്ലർക്ക് ഇൻ ആൻ ഓഫീസ് ഡെഡ് ഇൻ ദ ഏർലി മോർണിംഗ് 5 AM on 16th April 2023 Sunday. Actually he was on leave on 13th April 2023. 14th April and 15th April were government declared holidays. In the above circumstances, pay and allowances up to which date to be disbursed to his family? ഒരു ഓഫീസിലെ ഒരു ഹെഡ് ക്ലർക്ക് 2023 ഏപ്രിൽ 16 ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് മരിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം 2023 ഏപ്രിൽ 13 അവധിയിലായിരുന്നു. ഏപ്രിൽ 14, ഏപ്രിൽ 15 എന്നിവ സർക്കാർ അവധി ദിവസങ്ങളായിരുന്നു. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ ഏത് തീയതി വരെയുള്ള ശമ്പളവും അലവൻസുകളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വിതരണം ചെയ്യണം? ആൻസർ: 16th April 2023. ഏപ്രിൽ 16 വരെയുള്ള ശമ്പളവും മറ്റ് അലവൻസുകളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വിതരണം ചെയ്യണം. ആസ് ഫാർ ആസ് പോസിബിൾ ദ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ആനുവൽ ഗ്രാൻഡ് ടു ദ ലൈബ്രറീസ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ബിഫോർ എൻഡ് ഓഫ്. കഴിയുന്നിടത്തോളം ലൈബ്രറികൾക്കുള്ള വാർഷിക ഗ്രാൻഡ് വിതരണം ഒരു സാമ്പത്തിക വർഷത്തിൽ ഫെബ്രുവരി അവസാനിക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കണം. ആൻസർ: ഫെബ്രുവരി. വാട്ട് ഈസ് ദ മിനിമം എലിജിബിലിറ്റി പീരീഡ് ഓഫ് സർവീസ് റിക്വയർഡ് ബൈ എ ഗവൺമെൻറ് എംപ്ലോയി ഫോർ ദ സാങ്ഷൻ ഓഫ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്?
വീട് നിർമ്മാണ അഡ്വാൻസ് വിനിയോഗിക്കുന്നതിന് സർക്കാർ ജീവനക്കാരന് ആവശ്യമായ സേവനത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ യോഗ്യതാ കാലാവധി 5 വർഷമാണ്. ആൻസർ 5 years. The head of office claimed from the treasury the pay and allowances of the government officer who is absent from India. How will he disburse the amount to him? ഇന്ത്യയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളവും അലവൻസുകളും ട്രഷറിയിൽ നിന്ന് ഓഫീസ് ഹെഡ് ക്ലെയിം ചെയ്തു. അയാൾക്ക് എങ്ങനെ തുക വിതരണം ചെയ്യും? ആൻസർ: ദ ഓഫീസർ concerned may be intimated to make his own arrangements to receive it in India. ഇന്ത്യയിൽ അത് സ്വീകരിക്കുന്നതിന് സ്വന്തം ക്രമീകരണങ്ങൾ ചെയ്യാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ അറിയിക്കാവുന്നതാണ്. How long period the counterfoils of received books and used checkbooks is to be preserved? രസീദ് ബുക്കുകളുടെയും ഉപയോഗിച്ച ചെക്ക് ബുക്കുകളുടെയും കൗണ്ടർ ഫോയിലുകൾ 6 വർഷം കാലം സൂക്ഷിക്കണം. ആൻസർ: 6 years. Caution money collected by government institutions such as colleges, hostels, agricultural and commercial schools, public library etc. be deposited in. കോളേജുകൾ, ഹോസ്റ്റലുകൾ, അഗ്രികൾച്ചറൽ ആൻഡ് കൊമേഴ്സ്യൽ സ്കൂളുകൾ, പബ്ലിക് ലൈബ്രറി മുതലായ സർക്കാർ സ്ഥാപനങ്ങൾ ശേഖരിക്കുന്ന ജാഗ്രതാ തുക പേഴ്സണൽ ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കണം. ആൻസർ: വ്യക്തിഗത നിക്ഷേപം. അണ്ടർ വിച്ച് സർക്കംസ്റ്റാൻസസ് the recovery from an officer should be made at the rate of exceeding 1/3 of his pay? ഏത് സാഹചര്യത്തിലാണ് ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് അയാളുടെ ശമ്പളത്തിൻ്റെ 1/3 കൂടുതൽ തുക ഈടാക്കേണ്ടത്? ആൻസർ: ഓൾ ഓഫ് ദ എബോവ്. മുകളിൽ പറഞ്ഞിട്ടുള്ള 3 സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് 1/3 കൂടുതൽ തുക ഈടാക്കേണ്ടതാണ്. If objection slips bar audit notes are received from the audit office, in which date it should be replied to? ഓഡിറ്റ് ഓഫീസിൽ നിന്ന് ഒബ്ജക്ഷൻ സ്ലിപ്പുകൾ അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് അതിന് മറുപടി നൽകേണ്ടത്? ആൻസർ: വിത്തിൻ എ ഫോർട്ട്നൈറ്റ് ഓൺ റെസിപ്റ്റ് ഓഫ് ദ ഒബ്ജക്ഷൻ. എതിർപ്പ് ലഭിച്ച 2 ആഴ്ചയ്ക്കുള്ളിൽ. The permanent advances of a head of department was to be fixed and sanctioned by whom? ഒരു വകുപ്പ് മേധാവിയുടെ സ്ഥിരമായ അഡ്വാൻസ് നിശ്ചയിക്കുകയും അനുവദിക്കുകയും ചെയ്യേണ്ടത് ആരാണ്? ആൻസർ: ഗവൺമെൻറ്. Who was the power to make an alternation in the number or character of posts included in the All India services? അഖിലേന്ത്യാ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തസ്തികകളുടെ എണ്ണത്തിലോ സ്വഭാവത്തിലോ മാറ്റം വരുത്താൻ ആർക്കാണ് അധികാരമുള്ളത്? ആൻസർ: സെൻട്രൽ ഗവൺമെൻറ്. കേന്ദ്ര സർക്കാരിനാണ് അധികാരമുള്ളത്. ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ് ഓൺ ട്രസ്റ്റ് ഐറ്റംസ് ഓർ ഓൺ അക്കൗണ്ട് ഓഫ് മിസലേനിയസ് ട്രസ്റ്റ് ആർ ഹെൽഡ് ബൈ ഹൂം? ട്രസ്റ്റ് ഇനങ്ങളിലോ മറ്റ് ട്രസ്റ്റുകളുടെ അക്കൗണ്ടിലോ ഉള്ള പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ആരുടേതാണ്? ആൻസർ: ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്. റീഅപ്രോപ്രിയേഷൻ ഷുഡ് ഇൻവോൾവ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം. പുനർവിനിയോഗത്തിൽ ഡാഷ് ഫണ്ട് കൈമാറ്റം ഉൾപ്പെട്ടിരിക്കണം. ആൻസർ: 1 unit ഓഫ് അപ്രോപ്രിയേഷൻ ടു അനദർ. ഒരു വിനിയോഗ യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക്. The finance department gets the actual expenditure figures of the previous financial year and first 5 months of the current year from which authority? മുൻ സാമ്പത്തിക വർഷത്തിലെയും നടപ്പ് വർഷത്തിലെ ആദ്യ 5 മാസങ്ങളിലെയും യഥാർത്ഥ ചെലവ് കണക്കുകൾ ധനകാര്യ വകുപ്പിന് ലഭിക്കുന്നത് ഏത് അതോറിറ്റിയിൽ നിന്നാണ്? ആൻസർ: അക്കൗണ്ടന്റ് ജനറൽ.
Traveling allowance bills of certain officials do not require counter signature. One among the following is an exception to this. Identify the same. ചില ഉദ്യോഗസ്ഥരുടെ യാത്രാ അലവൻസ് ബില്ലുകൾക്ക് കൗണ്ടർ ഒപ്പ് ആവശ്യമില്ല. ഇനി പറയുന്നവയിൽ ഒന്ന് ഇതിന് ഒരു അപവാദമാണ്. അത് ഏതാണെന്ന് തിരിച്ചറിയുക. ആൻസർ: മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി സെർവിങ് ഇൻ കമ്മിറ്റീസ്. കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന നിയമസഭാ അംഗങ്ങൾ. When any building or any land or other property belonging to government is let to be a pensioner, then how the rent should be recovered. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും കെട്ടിടമോ ഭൂമിയോ മറ്റ് വസ്തുവകകളോ പെൻഷൻകാരന് വിട്ടുകൊടുക്കുമ്പോൾ വാടക എങ്ങനെ ഈടാക്കണം? ആൻസർ: ഇറ്റ് ഷുഡ് ബി റിക്കവേർഡ് ഇൻ അഡ്വാൻസ്. ഇത് മുൻകൂട്ടി ഈടാക്കണം. വിച്ച് വിൽ സ്ക്രൂട്ടിനൈസ് ദ ഡിപ്പാർട്ട്മെൻ്റൽ എസ്റ്റിമേറ്റ്സ്. വകുപ്പ് തല എസ്റ്റിമേറ്റുകൾ ആരാണ് സൂക്ഷ്മമായി പരിശോധിക്കുക? ആൻസർ: ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ധനകാര്യ വകുപ്പ്. ഹൗ ലോങ് പീരീഡ് ദ യൂസ്ഡ് അപ്പ് റെയിൽവേ വാറൻറ്റ് ബുക്സ് വിൽ ബി പ്രിസേർവ്ഡ്. ഉപയോഗിച്ച് തീർന്ന റെയിൽവേ വാറൻറ്റ് ബുക്കുകൾ എത്ര കാലം സൂക്ഷിക്കും? ആൻസർ: 3 years, 3 വർഷം. ഹു ഈസ് ദ എസ്റ്റിമേറ്റ് ഓഫീസർ ഓഫ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ എസ്റ്റിമേറ്റിംഗ് ഓഫീസർ ആരാണ്? ആൻസർ: അക്കൗണ്ടൻറ്റ് ജനറൽ. There are occasions in which government execute work on behalf of another government, a local body or private party. The charges calculated at a percentage rate on the value of work done, which the government recover from the party for whom the work is done towards cost of establishment, tools and plan employed on the work. What is the name of the charges collected? മറ്റൊരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെയോ സ്വകാര്യ കക്ഷിയുടെയോ പേരിൽ സർക്കാർ ജോലി നിർവഹിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ചെയ്യുന്ന ജോലിയുടെ മൂല്യത്തിൻ്റെ ശതമാനം നിരക്കിൽ കണക്കാക്കിയ ചാർജുകൾ ജോലി ചെയ്യുന്ന കക്ഷിയിൽ നിന്ന് സ്ഥാപനം, ഉപകരണങ്ങൾ, പ്ലാന്റ് എന്നിവയുടെ ചെലവിലേക്ക് സർക്കാർ തിരിച്ചെടുക്കുന്നു. പിരിച്ചെടുത്ത ചാർജുകളുടെ പേരെന്താണ്? ആൻസർ: സെൻറ്റേജ് ചാർജസ്, സെൻറ്റേജ് ചാർജുകൾ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അഡ്വാൻസ് ഈസ് ഗിവൺ ഇൻട്രസ്റ്റ് ഫ്രീ ബൈ ദ ഗവൺമെൻറ്. താഴെ പറയുന്നവയിൽ ഏത് അഡ്വാൻസ് ആണ് സർക്കാർ പലിശരഹിതമായി നൽകുന്നത്? ആൻസർ: അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് മോസ്കിറ്റോ നെറ്റ്സ്. കൊതുക് വലകൾ വാങ്ങുന്നതിനുള്ള അഡ്വാൻസ്. What is amount of contribution payable every year as contribution to Devasam Fund under Article 290A of the Constitution of India? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 290A കീഴിൽ ദേവസ്വം ഫണ്ടിലേക്ക് സംഭാവനയായി ഓരോ വർഷവും അടയ്ക്കേണ്ട സംഭാവന തുക എത്രയാണ്? ആൻസർ: 46.5 lakhs, 46.5 ലക്ഷം. The forsaking of recovery of overpayment and other similar claims without exploring all possible means of recovery are called by the name. സാധ്യമായ എല്ലാ വീണ്ടെടുക്കൽ മാർഗങ്ങളും പര്യവേഷണം ചെയ്യാതെ അധിക പേയ്മെൻറ്റും മറ്റ് സമാന ക്ലെയിമുകളും വീണ്ടെടുക്കൽ ഉപേക്ഷിക്കുന്നതിനെ ഏത് പേരിൽ വിളിക്കുന്നു? ആൻസർ: വെയ്വർ ഓഫ് റവന്യൂ, റവന്യൂ ഒഴിവാക്കൽ. Whose sanction is required for the purchase of portraits and photos of public buildings? പൊതു കെട്ടിടങ്ങൾക്കായി ഛായാചിത്രങ്ങളും ഫോട്ടോകളും വാങ്ങുന്നതിന് ആരുടെ അനുമതി ആവശ്യമാണ്? ആൻസർ: ഗവൺമെൻറ്, സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. Who has the full power to repair of boats including motor boats, fire floats and launches?
മോട്ടോർ ബോട്ടുകൾ, ഫയർ ഫ്ലോട്ടുകൾ, ലോഞ്ചുകൾ എന്നിവയുൾപ്പെടെയുള്ള ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള പൂർണ്ണാധികാരം ആർക്കാണ്? ആൻസർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. വാട്ട് ആർ ദ ഐറ്റംസ് ഇൻക്ലൂഡഡ് അണ്ടർ റവന്യൂ അഡ്വാൻസസ്? റവന്യൂ അഡ്വാൻസുകൾക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇനങ്ങൾ ഏതാണ്? ആൻസർ ബോത്ത് ബി ആൻഡ് സി. അഡ്വാൻസസ് ഫോർ റീപ്ലേസ്മെൻറ്റ് മിസ്സിംഗ് ബൗണ്ടറി മാർക്സ്, അഡ്വാൻസസ് ഫോർ ഡെമാർക്കേഷൻ പർപ്പസസ് എന്നിവ രണ്ടും റവന്യൂ അഡ്വാൻസുകളുടെ കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹു ഈസ് കോമ്പിറ്റന്റ് ടു സാങ്ഷൻ ഡിമറേജ് ചാർജസ്? ഡെമറേജ് ചാർജുകൾ അനുവദിക്കാൻ ആരാണ് യോഗ്യതയുള്ളത്? ആൻസർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. വകുപ്പ് മേധാവിക്കാണ് യോഗ്യതയുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡ്വാൻസസ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ബി എക്സെപ്റ്റ് ഫ്രം അറ്റാച്ച്മെൻറ്റ് ബൈ ഓർഡർ ഓഫ് എ കോർട്ട്? താഴെ പറയുന്നവയിൽ ഏതെല്ലാം അഡ്വാൻസുകളാണ് കോടതിയുടെ ഉത്തരവിൻ്റെ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്? ആൻസർ ഓൾ ഓഫ് ദ എബോവ്. Every body or authority receiving grant in aid and or loan during a financial year shall submit to Principal Accountant General audit by 31st July of their annual accounts for the relevant financial year, indicating the grant in aid received and expenditure incurred therefrom. What is the monetary limit ഓഫ് ദ ഗ്രാൻഡ് ഇൻ എയ്ഡ് ആൻഡ് ഓർ ലോൺ എമൗണ്ട്? ഒരു സാമ്പത്തിക വർഷത്തിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് കൂടാതെ അല്ലെങ്കിൽ ലോണും ക്രമീകരിക്കുന്ന ഓരോ ബോഡിയും അല്ലെങ്കിൽ അതോറിറ്റിയും പ്രിൻസിപ്പൽ അക്കൗണ്ടൻറ്റ് ജനറലിനെ ഓഡിറ്റ് ജൂലൈ 31-നകം ബന്ധപ്പെട്ട സാമ്പത്തിക വർഷത്തേക്കുള്ള അവരുടെ വാർഷിക അക്കൗണ്ടുകൾ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്വീകരിച്ചതും അതിൽ നിന്ന് ചെയ്ത ചെലവുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ സമർപ്പിക്കണം. ഗ്രാൻഡ് ഇൻ എയ്ഡ് കൂടാതെ അല്ലെങ്കിൽ ലോൺ തുക പണപരിധി എത്രയാണ്? ആൻസർ 25 lakhs ഓർ മോർ. 25 ലക്ഷമോ അതിൽ കൂടുതലോ. വാട്ട് ആർ ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ ടു ബി ടേക്കൺ വെൻ എ ലോസ് ബൈ വേ ഓഫ് ഡാമേജ് ടു എനി ഇമൂവബിൾ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ഗവൺമെൻറ് ഡ്യൂ ടു എനി കലാമിറ്റി സച്ച് ആസ് ഫയർ ഓർ flood or to any cause other than fire, wear and tear? തീ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലുള്ള ഏതെങ്കിലും ദുരന്തം മൂലമോ അല്ലെങ്കിൽ ന്യായമായ തേയ്മാനം കൂടാതെ മറ്റെന്തെങ്കിലും കാരണത്താലോ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും സ്ഥാവര സ്വത്തുക്കൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ ഉടനടി സ്വീകരിക്കേണ്ട നടപടി ഏതൊക്കെയാണ്? ആൻസർ ഓൾ ഓഫ് ദ എബോവ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം സ്വീകരിക്കേണ്ട നടപടികളാണ്. ഫ്രം എമംഗ് ദ ഫോളോയിങ് വാട്ട് ഈസ് ദ പ്യുവർലി ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ? താഴെ പറയുന്നവയിൽ നിന്ന് തികച്ചും ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഏതാണ്? ആൻസർ പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്. ബജറ്റ് തയ്യാറാക്കൽ. വാട്ട് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓർ റിപ്പോർട്ട് in the prescribed from that shall be appended to the demand collection and balance statement of the whole year of the department? ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വർഷത്തെ ഡിമാൻഡ് കളക്ഷനും ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റിനും അനുബന്ധമായി നൽകേണ്ട നിർദ്ദിഷ്ട ഫോമിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓർ റിപ്പോർട്ട് എന്താണ്? ആൻസർ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട്. Who draws the advance amount required for the expenses in connection with the removal of encroachment in cases in which the parties fail to remove the encroachments of their own accords? കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിൽ പാർട്ടികൾ പരാജയപ്പെടുന്ന കേസുകൾ കയ്യേറ്റം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെലവുകൾക്ക് ആവശ്യമായ മുൻകൂർ തുക ആരാണ് എടുക്കുന്നത്? ആൻസർ തഹസിൽദാർ. When the first performance budget was prepared in Kerala?
കേരളത്തിൽ ആദ്യമായി പെർഫോമൻസ് ബജറ്റ് തയ്യാറാക്കിയത് എപ്പോഴാണ്? ആൻസർ 1970 to 1971. A document which the government presents to the legislative by way of asking for a given sum for a particular service or function and showing in some detail how the sum is proposed to be utilized. If so, what is the name of that document? ഗവൺമെൻറ് നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു രേഖ ഒരു പ്രത്യേക സേവനത്തിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിനായി ഒരു നിശ്ചിത തുക ആവശ്യപ്പെടുകയും തുക എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് വിശദമായി കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ രേഖയുടെ പേര് എന്താണ്? ആൻസർ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻഡ്സ്. ഗ്രാൻഡുകൾക്കായുള്ള ഡിമാൻഡുകൾ. എ ബജറ്റ് ഡിനോട്ട്സ് the technique of presenting the operation of government in both financial and physical terms and the works to be done or the service to be rendered, besides estimating the cost at which it is to be done. What is the name of the budget? ഒരു ബജറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ സാമ്പത്തികവും ഭൗതികവുമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാങ്കേതികതയെ സൂചിപ്പിക്കുന്നു. അത് ചെയ്യേണ്ട ചെലവ് കണക്കാക്കുന്നതിനോടൊപ്പം ചെയ്യേണ്ട ജോലികളും അല്ലെങ്കിൽ നൽകേണ്ട സേവനവും സൂചിപ്പിക്കുന്നു. ആ ബജറ്റിൻ്റെ പേരെന്താണ്? ആൻസർ പെർഫോമൻസ് ബജറ്റ്. പ്രകടന ബജറ്റ്. വാട്ട് മാർക്സ് ദ കൺക്ലൂഷൻ ഓഫ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ ബജറ്ററി സൈക്കിൾ? ബജറ്റ് സൈക്കിളിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ സമാപനം എന്താണ്? ആൻസർ പാസിംഗ് ഓഫ് ദ ബജറ്റ്. ബജറ്റ് പാസ്സാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കേരള ഫിനാൻഷ്യൽ കോഡ് 2024 ഹയറിൽ ചോദിച്ച ആദ്യത്തെ 50 ചോദ്യങ്ങൾ. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.